ഗുരുദേവോ മഹേശ്വരം ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സദ്ഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സ്കന്ദായ കാർത്തികേയായ പാർവതീവല്ലഭായ മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതാദിയാവര രക്ഷ രക്ഷ മഗഭഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതാദിയാവര രക്ഷ രക്ഷ മഗഭഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. നമസ്തേ. ഇപ്പം പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം ശ്രീ വേദവ്യാസന് ശ്രീ നാരദൻ ശ്രീ ഭാഗവതോപദേശം ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വേദവ്യാസനു ശ്രീ നാരദൻ ചെയ്തു ശ്രീ ഭാഗവതോപദേശം. ഏതൊരു കാലത്തിങ്കൽ ആരുടെ നിയോഗത്താൽ ഏതോ ഒരു ദേശത്തു നിന്നും എന്തോ ഒരു നിമിത്തമായി ബാദരായണൻ മുനി ചമച്ചു ഭാഗവതം. ഏതിലുമൊന്നിലും ഒരു കാംക്ഷയില്ലാത്ത ശുകൻ അതരാൽ അതു പഠിച്ചിടുവാൻ എന്തോ മൂലം എന്തിനു പരീക്ഷിത്തു ദീക്ഷിച്ചു ധനശനം ബന്ധമെന്തവനു ശ്രീശുകനെ കണ്ടെത്തുവാൻ തങ്ങളിലുണ്ടായ ഒരു സംവാദം നിമിത്തവും എങ്ങനെ എന്നു നമ്മോട് ഒക്കവേ പറയണം. എങ്കിലോ കേൾപ്പിൻ. മുന്നം ദ്വാപരയുഗത്തിങ്കൽ പങ്കജവിലോചനാകിയ നാരായണൻ ശ്രീ പരാശരസുതനായി അവതരിച്ചിതു. താപസനായി സത്യവതിയാം നാരി തന്നിൽ ലോകാനുഗ്രഹപരനാകിയ വേദവ്യാസൻ വേഗേന സരസ്വതി തീരത്തെ പ്രാപിച്ചുടൻ ധ്യാനതൽപരനായിട്ടുള്ളിലെ കണ്ണുകൊണ്ട് മാനസമുറപ്പിച്ചു നോക്കിയ നേരത്തിങ്കൽ വന്നിതു കലിയുഗം എന്നതു കാണായി വന്ന് മുന്നേതിൽ കുറയുന്ന ധർമ്മവും കാണായി വന്നു. കാലദോഷത്താൽ കുറഞ്ഞിടുന്ന ധർമ്മത്തിൻ്റെ പാലനം ചെയ്യുവാനായിട്ടിക്കാലം മുനിവരൻ നാലായി പകുത്തിതു വേദത്തെ. ആതു പിന്നെ നാല്വർക്കും പഠിപ്പിച്ചു വെവ്വേറെ ഓരോന്നെല്ലാം. വേദത്തിനുള്ള പൊരുൾ വെളിച്ച
മുറ്റത്തു കാട്ടിയിടുവാനായി ആദരാൽ പുരാണങ്ങൾ ചമച്ചു പഠിപ്പിച്ചു. ലോകാനുഗ്രഹാർത്ഥമായി ഇങ്ങനെ ചെല്ലും കാലം വ്യാകുലം തീർന്ന ബുദ്ധി നന്നായി തെളിഞ്ഞീല. എന്തോ ഒരു കുറവെനിക്ക് ഇങ്ങനെ വന്നിടുവാൻ ചിന്തിച്ചാൽ ഒരു മൂലമെന്നെല്ലാം പലതരം ചിന്തിച്ച് ഇരുന്നീടിന കാലത്തിങ്കൽ അന്തരാ കാണായി വന്നു നാരദ മുനിയെയും. അന്തികെ കാണായി വന്ന നാരദ മുനീന്ദ്രനെയും സന്തോഷം വളർന്നൊരു വേദവ്യാസനുമേറ്റം ഭക്തി പൂണ്ടെഴുന്നേറ്റു വന്ദിച്ചു നമസ്കരിച്ച് അർഘ്യവാദ്യാദികളാൽ അർപ്പിച്ചു പൂജിച്ച്. അപ്പോൾ സൽക്കാരകുശല പ്രസനാദികൾ കഴിച്ചുടൻ മുഖ്യനാം ദേവമുനി നാരദനരുൾ ചെയ്തു, വിഖ്യാത ഗുണാംബുദേ, കേൾക്കേണമിതു ഭവാൻ. ഉൾക്കാമ്പിൽ ഉണർവേറ്റമുണ്ടല്ലോ നിനക്ക്. എന്നാൽ ഗൃഗ് യജസ് ആമ്നായ ഭാഗാദികൾ ജഗത്രയ ഭദ്രസാധനം സർവലോക സമ്മതം നൂനം വിസ്മയോദിതം ഭഗവദശ സഹിതമായി തൽസമർപ്പണം ചെയ്യിൽ എത്രയും അത്യുത്തമം ഭഗവദ്യശോയുധമല്ലായും പ്രബന്ധങ്ങൾ സുഖമേശു ഓപിക്കയില്ല എന്നു കേട്ടിരിക്കുന്നു. കവി നായകനായ നിൻ മനോമാലിന്യവും ഇവിടെ നീങ്ങിടായ്വാനതു കാരണം തന്നെ. സർവലോകാനുഗ്രഹകര സാധനന്തവ സർവസാരചിതങ്ങൾ എന്നാലും ഇനിയിപ്പോൾ സർവലോകേശനായ ഭാഗവതോട് സർവേക സമ്മതമായുള്ളോര് പുരാണം നീ ചമയ്ക്ക വേണമിനി. എന്നാൽ നിൻ മനസ്സപ്പോരമിക്കും പരമാത്മാവോട് ചേർന്നതിനും ക്രമത്താൽ ആത്മാവിങ്കൽ അഖില കർമ്മങ്ങളെ സമർപ്പിച്ചിരിക്കുമ്പോൾ ഉദിക്കും ആത്മജ്ഞാനം. ജ്ഞാനമുണ്ടാകും നേരം മാനസമലിനങ്ങൾ താനേ പോയകന്നിടുമില്ല സംശയമേതും. ഞാനൊരു ശൂദ്രൻ പണ്ടുപൂ ദേവകുലാജ്ഞയാം മാനസഭയ്ക്കാം സന്യാസികളെ പൂജിക്കയാൽ കാരുണ്യം വളർന്നനുഗ്രഹിച്ചാരവരതു കാരണം. ആത്മജ്ഞാന തൽപരനായോര് എൻ്റെ മാതാവ് മരിച്ചതു ദൈവാനുഗ്രഹമെന്നോർത്ത് ഏതുമേ മനസ്താപമതിങ്കൽ ഉണ്ടാകാതെ കേവലം ശേഷക്രിയ ചെയ്തുടൻ പുറപ്പെട്ടു ഭാവനാവശാൽ സർവം ത്യജിച്ചു. ജിതേന്ദ്രിയ ഭഗവധ്യാനത്തോടുകൂടവേ വനം ബുക്ക് ഭഗവതുപാസനാരതനായി വാഴും കാലം ധ്യാന വിസ്ഫുരിതനാമീശ്വര ഗുണരൂപം കാണാഞ്ഞു പരിഭ്രമിച്ചിടിനോരെനിക്കൊരു വാണി ചഞ്ചമ്മേ കേൾക്കായി വന്നിതു. നിനക്കെന്നെ കാണണമെങ്കിൽ അവകാശം ഇല്ല ഈ ജന്മത്തിൽ, താനേ വന്നെത്തും മേലിൽ എന്നതു കേട്ട നേരം ആനന്ദ സമുദ്രത്തിൽ വീണുടൻ മുഴുകി ഞാൻ. മാനസഭക്ത്യാ ഭഗവദ്യശസ്സുകളെയും ഗാനം ചെയ്തെങ്ങും നടന്ന് ആയുശേഷത്താലുള്ള കാലങ്ങൾ കഴിച്ചേടാം ബ്രഹ്മാനന്ദനിപ്പോൾ കാലാത്മാ കാലം കൊണ്ടു സർവവും സാധിപ്പിക്കും എന്നെല്ലാം ഭഗവൻ മാഹാത്മ്യങ്ങളരുൾ ചെയ്തു. പിന്നെ അങ്ങുടൻ ആത്മജ്ഞാനോപദേശത്തെയും നിർണയാത്മക പ്രതിബിംബവാദാഗ്രതൊണ്ടമണ്ഡലം തന്നിൽ കാട്ടിക്കൊടുത്തു തെളിവോടെ സന്ദേഹമടിച്ചുറപ്പിച്ചെഴുന്നള്ളിയിടിനാൻ വന്ധ്യനാം ദേവമുനി നാരദൻ അതുകാലം. പിന്നെയോ ആ സരസ്വതി തന്നുടെ തീരത്തിങ്കൽ പർണശാലയിൽ തത്ര വസിച്ചു വേദവ്യാസൻ ബ്രഹ്മോപാസനം കൊണ്ടു ശുദ്ധമായി ചമഞ്ഞോരു നിർമ്മലാത്മനാ പരമേശ്വര തത്വത്തെയും
മായാ കാരണമായ സംസാരബന്ധത്തെയും മായാസംബന്ധം തീർപ്പാനുള്ള സാധനങ്ങളിൽ ഭക്തിയോഗത്തെയും കണ്ട് ഉൾക്കാമ്പിലുറപ്പിച്ചു. മുക്തി സന്മാർഗ പ്രതിപാദികരണീയം ശ്രീ ഭാഗവതം ചമച്ചിടിനാനധിപത്യ ശ്രീസുഖം പഠിച്ചു. അത് വിസ്തരിക്കുകയും ചെയ്തു. സൂതനാലുദിതമായി ഇങ്ങനെ കേൾക്കായപ്പോൾ പ്രീതനായി മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്ത ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ആ ബാദരായണൻ നിജം ബോധമാലിന്യം തീർപ്പാൻ മുതമാർന്നതു ചമച്ചാനതിങ്ങനെയല്ലോ ജാതനായി അപ്പോഴേ താൻ മുക്തനായിരിപ്പോർ വ്യാസനന്ദനൻ നിരാശാകരൻ ആത്മാരാമൻ ശ്രീസുഖം ഭാഗവതം ശ്രീസുഖൻ ഭാഗവതം പഠിപ്പാൻ അങ്ങെന്തതിൽ ആശയായത് ചൊൽക എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചൊല്ലിനാനദാസൂതൻ എല്ലാവർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ എല്ലാവർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ തൽഗുണങ്ങളെ അനുസരിച്ചു ഭക്യാവേണം നിർഗുണത്തിങ്കൽ ചേർന്നു ലയിപ്പാനറിഞ്ഞാലും അങ്ങനെ ഗുണപ്രസിദ്ധാത്മകം ചരിത്രങ്ങൾ ഇങ്ങോര് ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഘനാശനകരമെന്ന് ഓർത്തു ശീലിക്കുന്നു. സംഘമോ ഭഗവന്മായ ഗുണങ്ങളിലെല്ലാം ഇങ്ങനെ നിരൂപിച്ചു ശ്രീസുഖൻ ഭാഗവതം തിങ്ങിന ഭക്ത്യാ പഠിച്ചിടുവാൻ അവകാശം. ഭഗവൽ ഗുണങ്ങളിലെ വിലോപിത ചിത്തം അകമേശുകൾ പഠിച്ചിടിനാൻ. അതു പിന്നെ നൃപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിപ്പാനുള്ളോര് അവകാശവും പുനരധുനാ ചൊല്ലാമല്ലോ. ഭാരതയുദ്ധത്തിങ്കൽ വീരരാം നരവരന്മാരെല്ലാം മരിച്ചൊടുങ്ങിയിടിന ശേഷത്തിങ്കൽ
മാരുതിയുടെ ഗതയേറ്റുടൻ തുടഞ്ഞെരിഞ്ഞാരടൽ വെട്ടു. യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ട് അതിസങ്കടത്തോടെ ഗുരുനാഥനൽ ചെന്നു. ചതിയാലുറക്കത്തിൽ ദ്രുപദപുത്രി സുതന്മാർ തലകളെ അറുത്തു. അവനീശ്വരൻ മുമ്പിൽ വെച്ചിതങ്ങ് അവനേതും പെരിക പ്രിയമായിലതിനാ അതിശുചാക്കരയും ദ്രുപദജാസവിതേ ചെന്നു നിന്ന് പുരോഹിതൻ ചൊന്നാനിതു ചെയ്തവനൊരു ധരണീസുരവരനെങ്കിലും അവൻ തല മുമ്പിൽ വെച്ചിനി നിന്റെ ദുഃഖം ഞാൻ തീർപ്പനെന്നും വൻപോട് സമയം ചെയ്ത് ആശ്വസിപ്പിച്ച ശേഷം കൃഷ്ണസാരഥിയായി തേരിലങ്ങേറി ചെല്ലും. ജിഷ്ണു നന്ദനനെ കണ്ട സിദ്ധാമാ വന്നേരം ഭീതനായോടി നാനാദിക്കുകൾ തോറും നടന്ന് ഏതുമാശ്രയം കാണാഞ്ഞ് അർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൻ. അതിനെ കൃഷ്ണാജ്ഞയാ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടഞ്ഞങ്ങവനെയും പിടിച്ചു കെട്ടി ദ്രുപദാത്മജ തൻ്റെ മുമ്പിൽ അടുക്ക വെച്ചു സദ്യം ഭരിച്ചാൻ ധനഞ്ജയൻ. തതനു പാഞ്ചാല ഭൂപാല നന്ദനാ ഗുരുസൂതനെ കണ്ടു യാദവതിതാൻ അതു നേരം മനസ്സീ ഭക്തി വളർന്ന് അഭിവാദനം ചെയ്തു. തനിയെ ബന്ധമഴിച്ചയക്കെന്നാളവൾ ബ്രാഹ്മണോത്തമരാചാര്യാത്മജനിവനല്ലോ ബ്രാഹ്മണദ്വേഷയോഗ്യമല്ലെന്നു നൃപപുത്രി ചൊന്നതാദരിച്ചു. ധർമാത്മജൻ മുകുന്ദന്മാർ നിന്ന അളവേറ്റം ബഹുമാനിച്ച് മറ്റുള്ളവരും നിന്ന് അതു കണ്ടു വായുനന്ദനൻ അവൻ തന്നെ കൊന്നൊടുക്കണം. കൊന്ന് ഹരേ നാരായണ വായുനന്ദനൻ അവൻ തന്നെ കൊന്നെടുക്കണം. ചൂടാരത്നമെന്നൊരുമ്പെട്ടു വന്ന് അവൻ തന്നോടത് യോഗ്യമല്ല അവധ്യനാകുന്നതി ധരാസുരനെന്നതിനി ഇപ്പോൾ കൊന്നതിൻ ഫലം വരുത്തേടുവിൻ ഇവിടെ ഞാൻ എന്നരുൾ ചെയ്തു നന്ദനന്ദനൻ നാരായണൻ. പിന്നെയങ്ങ് അവൻ തല ശിഖയാ കൂടച്ചിരിച്ച് അന്യോന്യ സഹജമായുള്ളോരും ചൂടാരത്നം ചൂഴ്ന്നെടുത്തവിടെ ബന്ധിച്ച ബന്ധവും തീർത്തു. പൂർണ്ണവേദനയോടെ കേണുവീണവൾ തന്നെയും കാണ്ട് അഹോ പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടിക്കൊണ്ടുപോയാക്കി പുരിവുക്കിരുന്ന് അരുളുമ്പോൾ കൊണ്ടൽ നേർവർണ്ണൻ ദ്രുപദാത്മജ തന്നെ കൂടെ കൊണ്ടുപോയി കുരുക്ഷേത്രം പ്രാപിച്ചു രണാങ്കണി. പണ്ടുതാൻ പ്രതിജ്ഞ ചെയ്തുള്ളത് അങ്ങ് അവർക്കുള്ളിൽ ഇണ്ടലെന്നിയെ കാട്ടിക്കൊടുത്തു. വാർത്തന്മാരെ കൊണ്ട് യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതിയുണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴി പോലെ ധർമ്മജ തനിക്കു രാജ്യത്തെയും സമർപ്പിച്ചു. നിർമ്മലൻ ദ്വാരാവതിക്കങ്ങെഴുന്നള്ളിയിടുവാൻ തുടങ്ങും നേരം നിജഗർഭവിച്ഛേദം ചെയ്യുവാൻ തുടർന്നു വരും. വിരിഞ്ചാത്ര വേഗത്താലുള്ളം നടുങ്ങി ശരണമായി ഉത്തര കരയുമ്പോൾ മടങ്ങി കുരുകുലം രക്ഷിപ്പാൻ അഖിലേശൻ ഗർഭത്തെ സ്വമായ മൂടി രക്ഷിച്ചു വെച്ച് ചെൽപ്പുമാൻ ഒരുമ്പെട്ട യാത്രയും കണ്ട് അതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീ പാദാംബുജത്തിങ്കൽ അന്തികേ നമസ്കരിച്ച് അന്തർമോദേന ചൊന്ന
സന്തതോ സദാം ചിത്താന്തസ്ഥിതനായുള്ളോര് നിൽ തിരുവടിയന്റെ സന്തതിജാതങ്ങളെ സന്തോഷിപ്പിച്ചു രക്ഷിച്ചിടുവാൻ ഇവിടെ നിന്ന് എന്തെല്ലാം ദുഃഖമനുഭവിച്ചു ജഗൽപദേ. ചിന്തിച്ചാൽ അത് സുഖം അങ്ങെന്നു വരികിലും നിന്തിരുവടിക്കായിക്കൊണ്ടെപ്പോഴും നമാമ്യകം. ബന്ധുവാത്സലനായ നിന്നെ വേർപെട്ടാൽ ഇവർ അന്ധന്മാരെന്നു ദയാസിന്ധോ ഞാൻ ചൊല്ലേണമോ. സർവാത്മാ സർവജ്ഞനാം നിൻ തിരുവടിയെന്നാൽ സർവാപരാധങ്ങളും ക്ഷമിച്ചു ചെറുതിന്നും വാഴേണമിവിടെ. പാഴായി വരുമല്ലെന്നാകിൽ താഴാമേലിളപ്പമുണ്ടാമെന്നവൾ ചൊല്ലും നിർബന്ധ മധുരവാക്യ സ്തുതികളെ കേട്ടു. സൽബന്ധു തെളിഞ്ഞു തത്രൈവ വാണീടും കാലം. ധർമ്മജൻ രാജ്യലോഭം കൊണ്ട് താൻ ചെയ്തതെല്ലാം ദുർമതമെന്നു ചിന്തിച്ച് അന്ധനാച്ചമകയാൽ ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ട് നിർമ്മലൻ ഉപദേശിപ്പിച്ചതു അടക്കിനാൻ. പിന്നെ ആ ഗംഗാദത്തൻ കൃഷ്ണനെ കണ്ടു തെളിഞ്ഞ് അന്യോന്യഭക്ത്യ നിജ ചിത്തത്തിൽ ഉറപ്പിച്ചു വർണ്ണിച്ചു. ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ട് പുണ്യവാൻ തൻ്റെ ശേഷക്രിയകൾ അതും ചെയ്തു. ഹസ്തനപുരിപുക്ക് രാജ്യവും പരിപാലിച്ച് അത്തലും ഒഴിച്ചു വാണിയിടിനാൻ ധർമാത്മജൻ കൃഷ്ണനു. പൗരാണികാചാര്യനാം ധൗമ്യന്താനും ജിഷ്ട്വാഭിവാദികളും ഒത്തുപോയി പാനിമാല ബുക്കുടൻ നിധിയെടുത്ത് അശ്വമേധവും കഴിച്ചുൽക്കാമ്പിൽ ധർമാത്മജൻ എത്രയും സുഖം ചേർത്തു വർദ്ധിച്ച് കൂടെ പിരിയാതെ 4-5 മാസം ഉത്തമ ശ്ലോകം തത്ര വസിച്ചോരനന്തരം കുന്തിയെ കണ്ടു വന്ദിച്ച് അന്തസ്താപവും തീർത്തു കുന്തി നന്ദനന്മാരോട് അനുവാദവും കൊണ്ട് ശ്രീമദ്വാരകാപുരിക്ക് അങ്ങെഴുന്നള്ളിടിനാൻ. കാമാതൻ തന്നെ കണ്ടു സുഖിച്ചാരെല്ലാവരും. അക്കാലം ചക്രായുധൻ മായയാ ഗർഭത്തിൽ രക്ഷിച്ചങ്ങിരുന്നോരു പുത്രനെ പ്രസവിച്ചാൽ മാത്സ്യനന്ദന പരീക്ഷിച്ചെടുത്തുളനായ പുത്രനു പരീക്ഷിത്തിന്നിട്ടിതു നാമത്തെയും ഹരേ മത്സ്യാനന്ദന കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ.